ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 49 മുതലുള്ള ഭാഗങ്ങളിൽ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് രോഗിയായി കിടക്കുന്ന, മരിപ്പാറായിരിക്കുന്ന യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കാൻ യേശു പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവനോട് ഉത്തരം പറഞ്ഞു. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറയുകയാണ്, യേശുവിനെ നീ ബുദ്ധിമുട്ടിക്കണ്ട, കാരണം അവൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്: സാരമില്ല, കരയണ്ട, വിശ്വസിച്ചാൽ മതി, അവൾ രക്ഷപ്പെടും. ഇത് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കർത്താവ് കാണുന്ന കാഴ്ച, ഒരു കൂട്ടർ അവിടെ ഉണ്ട്, കരയുന്നൊരു കൂട്ടർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കരയുന്നൊരു കൂട്ടർ. അതിൻ്റെ അടുത്ത് താഴെ പറയുന്നുണ്ട്, പരിഹസിക്കുന്നൊരു കൂട്ടരും അവിടെയുണ്ട്. എന്നാൽ ഈ വീട്ടിൽ ചെല്ലുന്ന യേശു കർത്താവ് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കയറുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എൻ്റെ അമ്മയപ്പന്മാരും പത്രോസ്, യാക്കോബ്, യോഹന്നാനും അല്ലാതെ ആരെയും തന്നോടുകൂടെ അകത്തു വരാൻ അനുവദിച്ചില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന കൂട്ടരെയും പരിഹസിച്ചു കൊണ്ടിരുന്ന കൂട്ടരെയും കർത്താവ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ സമയത്ത് കയറ്റിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു ഡെലിവറൻസിന് വേണ്ടിയിട്ട് ദൈവം റെഡിയാകുമ്പോൾ നമ്മെ പരിഹസിക്കുന്നവർ, നമ്മെക്കുറിച്ച് ഓർത്ത് വല്ലാണ്ടങ്ങ് കരയുന്നവർ, ചിലരൊക്കെ ഉണ്ട് നമ്മളെക്കുറിച്ച് ഓർത്ത് കരയുന്നവരുണ്ട്. മനസ്താപം കൊണ്ട് പുറമേയുള്ള കരച്ചിലാണ്, പക്ഷെ ഉള്ളിൽ അങ്ങനെ മനസ്താപമൊന്നുമില്ല. അതുപോലെ തന്നെ ചിലരുണ്ട് നമ്മെ നോക്കി പരിഹസിക്കുന്നവർ. എന്നാൽ ദൈവവചനം പറയുന്നു, ഈ രണ്ട് കൂട്ടരെയും കർത്താവ് മാറ്റി പുറത്ത് നിർത്തിയിട്ട് ആ കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ അകത്തു കയറി ആ കുഞ്ഞിനെ മടക്കി അപ്പനും അമ്മയ്ക്കും കൊടുത്തതുപോലെ, പ്രിയരെ, പരിഹസിക്കുന്നവരെയും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മെ പരിഹസിക്കുന്നവർ, വല്ലാണ്ടങ്ങ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ, അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിടുതലിന് വേണ്ടി ഭവനമൊന്നൊരുക്കപ്പെട്ടാൽ, സാധ്യതയില്ല, അസ്തമിച്ചു, ഇനി ഒരിക്കലും രക്ഷയില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങളെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം ജീവിപ്പിക്കാൻ പോകുന്നു എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ചിലതിനെ കുടഞ്ഞുകളഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.